പ്രിയപ്പെട്ടവരെ, കാർട്ടൂൺ കളരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചില കുത്തിവരകളെക്കുറിച്ചാണ് പറയുന്നത്. കുത്തിവരയോ? അതെ, വെറുതെ വരയ്ക്കുക. അതാണ് ആദ്യം വേണ്ടത്. ഒരു പേപ്പറിൽ ഇതുപോലെ വരയ്ക്കുക. പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കണം. തിരിച്ചു വരയ്ക്കാം, നേരെ വരയ്ക്കാം, ഓവൽ വരയ്ക്കാം, വൃത്തങ്ങൾ വരയ്ക്കാം. അങ്ങനെ അങ്ങനെ അങ്ങനെ. നിങ്ങളുടെ കൈവിരലുകൾ അനായാസം ചലിക്കുന്നതിനായുള്ള സൂത്രവിദ്യയാണ് ഈ കുത്തിവരകൾ. ഒപ്പം ചില രൂപങ്ങൾ കൂടി ഈ കുത്തിവരയിലൂടെ നമുക്ക് വരയ്ക്കാൻ ശ്രമിക്കാം. എല്ലാം വിജയിക്കണമെന്നില്ല, കുറെയൊക്കെ വിജയിക്കും. ഇതുപോലെ പല രീതിയിൽ വരച്ചുകൊണ്ടിരിക്കുക. രണ്ട് ഓവലുകൾ ഇതുപോലെ വരച്ച ശേഷം ഒരു രൂപമായി മാറുന്നത് തോന്നുന്നില്ലേ? അതുപോലെ മറ്റൊന്ന് വെറുതെ വരയ്ക്കുക. അതിന്റെ ഭംഗിയൊന്നും നോക്കണ്ട. ഓവൽ, വൃത്തം ഇവയൊക്കെ വരച്ച് അതിൽ വെറുതെ കണ്ണും മൂക്കും വരയ്ക്കാൻ നോക്കുക. ആദ്യം ഒന്നും ശരിയാവില്ല. എന്നാൽ തുടർച്ചയായി വരച്ചാൽ, മടി കൂടാതെ വരച്ചാൽ ഇതൊക്കെ സാധ്യമാകും. ചുമ്മാ മടി കൂടാതെ ഇതുപോലെ വരയ്ക്കുന്നേ. ഇതുപോലെ ഷെയ്ഡുകൾ ചെയ്യാം. ഷെയ്ഡുകൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വരയ്ക്കുക. ഇപ്പോഴത്തെ സൈഡിലേക്ക് വരയ്ക്കുക. ഇങ്ങ് നോക്കൂ, ഇപ്പോൾ ഇതൊരു പേപ്പർ കെട്ടായിട്ട് മാറിയില്ലേ? വളരെ സിമ്പിളാണ്. നടുക്ക് എന്താണ്, ഒരു വട്ടം വരച്ചിട്ട് അതിനൊരു ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേപ്പർ വെയിറ്റ് ആയി. ഇത് ഒരു പേപ്പർ കെട്ട്, അതിൻ്റെ മുകളിൽ ഒരു പേപ്പർ വെയിറ്റ്. നമ്മൾ കോളം വരയ്ക്കുമ്പോഴും ഇതുപോലെ ഷെയ്ഡിങ് ആവശ്യമായിട്ട് വരും. കാർട്ടൂൺ കോളം വരയ്ക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുക.
ഒരു ചന്ദ്രനെ കൂടി വരയ്ക്കാം. അതുപോലെ കാർട്ടൂൺ ബലൂണിന് ചുറ്റും ഇതുപോലെ ഷെയ്ഡ് ചെയ്യാമല്ലോ. നോക്കൂ, ഞാനൊരു ചേട്ടനെ വരയ്ക്കാവേ. എല്ലാം പെൻസിൽ ഉപയോഗിച്ച് വേണം വരയ്ക്കാൻ, പെൻസിൽ ഉപയോഗിച്ച് വേണം സ്കെച്ച് ചെയ്യാൻ. ചേട്ടൻ്റെ ഫിഗർ ഇതാ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് തെളിച്ചെടുക്കാം. അതിന് ഞാനൊരു സ്കെച്ച് പെൻ ഉപയോഗിച്ച് ഇത് തെളിക്കുകയാണ്. നമ്മുടെ ഈ ഇലസ്ട്രേഷൻ തെളിച്ചു കഴിഞ്ഞു. ഈ കാർട്ടൂൺ ഇലസ്ട്രേഷൻ തെളിച്ചു കഴിഞ്ഞു. ഇനി ചേട്ടൻ്റെ നിഴല് ഭിത്തിയിൽ പതിക്കുന്നത് വരയ്ക്കുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ മുൻപ് ചെയ്ത ക്രോസ് ലൈൻ ഉപയോഗിച്ചാണ് നിഴൽ ഷെയ്ഡ് ചെയ്യുന്നത്. ലൈൻസ് തിരിച്ചും വരയ്ക്കാം. ഇപ്പോൾ നോക്കൂ, ചേട്ടൻ രൂപത്തിന് ഒരു 3 ഡയമെൻഷൻ തോന്നില്ലേ? മറ്റൊരു ചേട്ടനെ കൂടി ഞാൻ വരയ്ക്കുകയാണ്. ഒരാളെ വരയ്ക്കുമ്പോൾ ഷെയ്ഡിങ്ങിനും അതിൻ്റെ നിഴലിനുമൊക്കെ വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. മോഹൻ നോക്കുന്ന ഒരു ചേച്ചി, നമുക്ക് ചേച്ചിയെ വരയ്ക്കാം. ഈ മുഖക്കണ്ണാടിയുടെ പിൻഭാഗം ഷെയ്ഡ് ചെയ്യുമ്പോൾ കുറെ കൂടി അതൊരു കണ്ണാടിയാണെന്ന് ബോധ്യപ്പെടുന്നില്ലേ? ഇതൊക്കെയാണ് ഈ ഷെയ്ഡിങ്ങിന്റെ സൂത്രങ്ങൾ. ഇതൊക്കെ ആദ്യം വിവരിച്ച ഷെയ്ഡിങ്ങും കുത്തിവരകളും പരുവപ്പെട്ട് കൈവിരലുകൾ വഴങ്ങി വന്ന്
പിന്നീട് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് വരയ്ക്കാൻ സാധിക്കും. നോക്കൂ, ഞാനൊരു മരം വരയ്ക്കുകയാണ്. മരം വരച്ചു കഴിഞ്ഞു. ഈ മരത്തിന് ചില ഷെയ്ഡിങ്ങുകൾ കൊടുത്തു നോക്കാം. മരത്തിൻ്റെ ചില ടെക്സ്ചറുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? ആ ടെക്സ്ചറുകൾ ഇങ്ങനെ ഇതാ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മരത്തിൻ്റെ ഒരു ചുളിവുകൾ, ആ മരത്തിലുണ്ടാകുന്ന തിരിവുകളൊക്കെ നമുക്ക് മനസ്സിലാവും. ഇനി ഇലകൾ ഈ രീതിയിലൊന്ന് വരച്ചു നോക്കാം. ബ്ലാക്ക് ആയിട്ടൊന്ന് വരച്ചു നോക്കാം. ഇപ്പം മരത്തിന് തന്നെ ഒരു ത്രിമാനത തോന്നില്ലേ? ഈ അനുഭവമൊക്കെ നമുക്ക് സാധിക്കുന്നത് നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രാക്ടീസാണ്. അപ്പം എല്ലാവരും തുടർച്ചയായി വരയ്ക്കണം. വര പഠിച്ചവർ കുറെ കാലം വരയ്ക്കാതിരുന്നാലും ഈ എക്സസൈസ് ചെയ്യാം. ഞാൻ സ്ഥിരമായിട്ട് ഈ വര എക്സസൈസ് ചുമ്മാ വരച്ച് നോക്കാറുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ തുടർച്ചയായി എല്ലാവരും വരയ്ക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.